ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മെയ്യഴകൻ OTT റിലീസിന് ശേഷം കണ്ട കുറച്ച് റിവ്യൂസ് ആൻഡ് മീംസ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് പേര് ചോദിച്ചിരുന്നെങ്കിൽ 15 മിനിറ്റിൽ തീരേണ്ട പടമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ പോസ്റ്റുകളുടെ എല്ലാം ബേസിക് കണ്ടന്റ്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ ഡയറക്ടർ പ്രേംകുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളിയോട് എന്താണ് നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് എ ഗുഡ് ഫിലിം എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്, அந்த படம் பார்த்து முடித்தோன்னே உங்களுக்கு உங்களுடைய லைஃபே கொஞ்சம் சேஞ்ச் ஆகணும். ஆக்சுவலாக யூ ஷுட் பி லைக் ப்ரொபெல் டுவர்ட்ஸ் எதர் பாசிட்டிவிட்டி ஆர் சம்திங் குட். ஏதோ லைக் யூ க்ரோ ஆஃப்டர் தட், யூ ஃபீல் லைக் யூ ஹவ் ட்ரான்ஸ்ஃபார்ம். அது அட்லீஸ்ட் ഒരു ചിന്ന ലെവലിലാതെ അത് നടക്കണം. അതായത് ഒരു സിനിമ കണ്ട് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തന്നെ ചെറിയ രീതിയിലെങ്കിലും ചേഞ്ച് ഉണ്ടാവണം. ഈ പറഞ്ഞ എക്സാക്ട് ഫീലിങ്സ് എല്ലാം എനിക്ക് തന്നൊരു സിനിമയാണ് മെയ്യഴകൻ. മെയ്യഴകൻ എന്ന സിനിമ ഒരാളുടെ പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ കഥയല്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമ കണ്ടതെങ്കിൽ, മനസ്സിലാക്കിയതെങ്കിൽ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. മെയ്യഴകൻ ടോട്ടലി റിവോൾവ് ചെയ്യുന്നത് ഹ്യൂമൻ കണക്ഷൻസിലൂടെയാണ്. പടം തുടങ്ങുന്നത് തന്നെ വളരെ ഇൻറ്റൻസ് ആയ ഒരു ഇമോഷണൽ സീക്വൻസിലൂടെയാണ്. പടം തുടങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ആ ഒരു ഇമോഷണൽ ഹുക്കിൽ ഞാൻ പെട്ടിരുന്നു. ഓപ്പണിങ്ങിൽ തന്നെ അരുൾമൊഴി ആ നാടിനോടും വീടിനോടും നാട്ടുകാരോടും ഫാമിലിയോടും എല്ലാം എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ஆனால் இந்த வீட்டை விட்டு போகிறது உங்களை விட அவனுக்கு தான் பெரிய அடி. என்ன விடுங்க, உங்களை விடுங்க தான். இவெல்லாம் இந்த வீடே கேது, இந்த ஊரே கேது கிடந்தவ இப்படி തിടുന്നപ്പെടു. അങ്ങനെയുള്ള ഒരാളെ അവിടെ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് അയാൾ ആ നാട് വിട്ട് പോകുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷം അയാളെ നമ്മൾ വീണ്ടും കാണുമ്പോൾ തിരിച്ചറിയാത്ത വിധം അയാൾ മാറിയിട്ടുണ്ട്. എനിക്ക് പോകണമെന്നില്ല, നാട്ടിലെല്ലാം ആക്റ്റീവായിരുന്ന, കുട്ടികളുടെയൊക്കെ കൈൻഡ് ഓഫ് ഒരു ഹീറോ ആയിരുന്ന ഒരാൾ ഒതുങ്ങിക്കൂടിയ, അധികം മനുഷ്യന്മാരോടൊന്നും സംസാരിക്കാത്ത ഒരാളായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത്രയും കാലം പോവാതിരുന്ന സ്വന്തം നാട്ടിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഒരു കണക്ഷനാണ് ഭുവന. അയാൾക്ക് ബസ്സിൽ വെച്ച് വഴി പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ അച്ഛൻ്റെ പഴയ സ്റ്റുഡൻ്റ് ആണ്. ഒരു സ്ട്രേഞ്ചറിനെ പോലെ ശങ്കിച്ച കല്യാണ വീട്ടിലേക്ക് കയറുന്ന അയാളുടെ അടുത്ത് ആദ്യം ഒന്ന് സംസാരിക്കുന്നത് ലതയാണ്. ആ ഒരു കോൺവെർസേഷനിൽ പെട്ടെന്ന് തന്നെ എന്തോ റീഡിസ്കവർ ചെയ്ത പോലെ അരുൾമൊഴിയുടെ ചിരി വളരെ വിസിബിളായി തന്നെ തിരിച്ചു വരുന്നുണ്ട്. അയാൾ അവിടെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ആ ചിരി, ആ കംഫർട്ട് സോൺ കൂടി വരുന്നുണ്ട്. എൻ്റെ അതുവരെ കുറച്ച് ഷൈ ആയിരുന്ന ഒരാൾ സ്റ്റേജിൽ കയറി ഭുവനയെ കാണുമ്പോൾ അവൾക്ക് ആഭരണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോരുന്നുള്ളൂ. ആൻഡ് ആ എപ്പിസോഡ് വാസ് വളരെ ഈസിലി ക്രിഞ്ചി മെലോഡ്രാമ ആവാമായിരുന്ന ഒരു സീനായിരുന്നു അത്. പക്ഷേ ഡയറക്ടർ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ആർട്ടിസ്റ്റ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്, എഡിറ്റർ അത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, എൻ ഗോവിന്ദ് വസന്ത അതിന് സ്കോർ ചെയ്തിരിക്കുന്നത് എല്ലാം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അയാൾ സ്വന്തം നാട്, വീട് എന്ന കംഫർട്ട് സോണിൻ്റെ പീക്ക് എത്തുമ്പോഴെല്ലാം അതല്ല അയാളുടെ റിയാലിറ്റി എന്ന ഓർമ്മപ്പെടുത്തലുകൾ അയാൾക്കുണ്ടാവുന്നുണ്ട്. മെയ്യഴകൻ്റെ പേര് അയാൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്ത് ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ അയാൾ അതിന് ഒരുപാട് ശ്രമിക്കാത്തത് താൻ ഇവരെയൊന്നും ഇനി കാണാൻ പോകുന്നില്ല എന്ന ബോധമാണ്. അയാൾക്ക് ആ പേരറിയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ മെയ്യഴകൻ്റെ സ്വന്തം കുട്ടിക്ക് ഇടാൻ വെച്ചിരിക്കുന്നത് അരുൾമൊഴി എന്ന പേരാണെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾ അതുവരെ അനുഭവിച്ചിരുന്ന കമ്പാഷനും കംഫർട്ടും പെട്ടെന്ന് അയാളെ ഗിൽറ്റാക്കി മാറ്റുന്നുണ്ട്. നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ മെയ്യഴകൻ അയാളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഒറിജിനൽ റൺ ടൈം 2 മണിക്കൂർ 58 മിനിറ്റ് എന്തോ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ OTT റിലീസായ വേർഷൻ 20 മിനിറ്റ് ട്രിം ചെയ്ത 2 മണിക്കൂർ 38 മിനിറ്റ്സുള്ള ഒരു വേർഷനാണ്. ഈ കട്ട് ചെയ്ത പോർഷനിൽ കാർത്തി നാടിനെ പറ്റിയും ഹിസ്റ്ററിയെ പറ്റിയും പിന്നെ അയാൾ പോയിരിക്കാറുള്ള ഒരു അമ്പലത്തിനെ പറ്റിയും പറയുന്നുണ്ട്. അവസാനം അരുൾമൊഴി തിരിച്ചു പോകുന്ന വഴിക്ക് ആ അമ്പലത്തിൽ പോയി കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ മറന്നുപോയ തൻ്റെ നാടിനെയും ചരിത്രത്തെയും കണക്ഷൻസിനെയും എല്ലാം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അയാൾ അവിടെ പോയിരിക്കുന്നത്. അരുൾമൊഴി സ്വയം അയാളെ മനസ്സിലാക്കുന്നത് മെയ്യഴകനിലൂടെയാണ്. അയാൾ വാശിയുടെയോ സങ്കടത്തിന്റെയോ ദേഷ്യത്തിന്റെയോ എല്ലാം പുറത്ത് ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതിരുന്നത്, വേണ്ടെന്ന് വെച്ചത് സ്വന്തം ആത്മാവ് തന്നെയാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ കുടുംബത്തിലെ ആളുകളുടെ സ്വാർത്ഥത കാരണം വീട് വിട്ട് പോവേണ്ടി വന്ന അരുൾമൊഴി ഇത്തവണ കുടുംബത്തിലെ ഒരാളെ തിരിച്ചറിയാൻ പറ്റാത്ത ഗിൽറ്റ് കൊണ്ട് വീണ്ടും നാട് വിടുന്നു.
മെയ്യഴകൻ എന്ന ക്യാരക്ടറിന്റെ പല വകഭേദങ്ങളും നമ്മുടെ ലൈഫിൽ പലയിടത്തേക്ക് കണ്ടിട്ടുണ്ടാവും. അയാൾ നാട്ടിലും വീട്ടിലും എല്ലാം പ്രിയപ്പെട്ടവനാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവനാണ്, നാട്ടിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ കുറിച്ചെല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പക്ഷെ അയാളെ ഏറ്റവും ലവബിൾ ആക്കുന്നത് അയാളുടെ നിഷ്കളങ്കതയാണ്. இவ்வளோ காசை வச்சுக்கிட்டு பேக்ல பர்ஸை வைப்பீங்க, லைட்டாக தூக்குங்க. സ്വന്തം നാടിന്റെ ഹിസ്റ്ററിയും എലഗൻസും അറിയാവുന്ന, ഹ്യൂമൻ കണക്ഷൻസിന് അത്രയും വില കൊടുക്കുന്ന ഒരാൾ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ ലൈഫിൽ കാണുകയാണെങ്കിൽ അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മണ്ടനായ ഒരാൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. അങ്ങനെ തന്നെയാണ് അരുൾമൊഴി ആദ്യം അയാളെ കാണുന്നതും. എന്നാൽ അയാളെ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ താലൂക്ക് ഓഫീസിൽ കരിങ്കൊടി കാണിക്കാൻ പോയതുകൊണ്ടാണ് ലേറ്റായി വന്നതെന്ന് പറയുന്നുണ്ട്. தாலுக்கு ஆஃபீஸில் ஒரு கருப்பொடி போராட்டம், அதை முடிச்சுட்டு அப்படியே உங்களுக்கு அந்த வாசலே வெயிட் பண்ணிட்டு இருந்தேன். ഡിലീറ്റഡ് സീനിൽ അയാൾ നാട്ടിലെ പല അക്രമങ്ങളെ പറ്റിയും അതിനെതിരെ ചെയ്ത സമരങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അതുപോലെ ജല്ലിക്കെട്ട് പ്രശ്നം നടക്കുന്ന സമയത്ത് അയാൾ കാളയിറക്കി സ്വന്തം നാട്ടിൽ ജല്ലിക്കെട്ട് നടത്തുന്നതും കാണാം. മേ ബി നമുക്ക് എല്ലാവർക്കും ആവാൻ ആഗ്രഹമുള്ള എന്നാൽ ആവാൻ സാധിക്കാത്ത ഒരു ക്യാരക്ടറാണ് മെയ്യഴകൻ. പക്ഷെ അയാൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം തന്നെ അരുൾമൊഴി ആണെന്നാണ്. எல்லாருக்கிட்டையும் அன்பா பேசுவீங்க, உங்களை பார்த்தா அதை நான் கற்றுக்கிட்டேன் தான். நிஜமாவா? ഒരുപക്ഷെ അരുൾമൊഴി സ്വന്തം നാട്ടിൽ തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ അയാളും മെയ്യഴകനെ പോലെ ഒരാളാവുമായിരുന്നിരിക്കാം. അരുൾ തനിക്ക് വേണ്ടാത്തതുകൊണ്ട് വിട്ടുപോയൊരു സൈക്കിളാണ് മെയ്യഴകന്റെ ലൈഫ് മൊത്തം മാറ്റിമറിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റുള്ള ഒരാളുടെ ലൈഫിൽ എങ്ങനെയൊക്കെ മാറ്റം കൊണ്ടുവരും, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ലൈഫിൽ അങ്ങനെ ആരൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നൊക്കെ ഈ സിനിമ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അരുൾമൊഴിക്ക് ഭുവനയുടെ എപ്പിസോഡ് പോലെയാണ് മെയ്യഴകന് സൈക്കിളിന്റെ എപ്പിസോഡ്. ആ ഒരു സീക്വൻസ് ആണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. சைக்கிள் ஒரு வகையில் சகலத்தையும் மாற்றிருச்சு தான். எங்கள் அப்பா சம்பாதிச்சது, நான் படித்தது, என் தம்பி காலேஜுக்கு போனது, என் கல்யாணத்துக்கு கூட அதெல்லாம் வந்து இறங்கினேன். உங்கள் சைக்கிள் மட்டும் இல்லைன்னு வைங்களேன், என் வாழ்க்கையே வேற தான். இது இல்லை. എല്ലാത്തിനുപരി മെയ്യഴകന് എല്ലാവരോടും സ്നേഹമാണ്. ആ സ്നേഹം തന്നെയാണ് അരുൾമൊഴിയുടെ ഗിൽറ്റിനെ പുഷ് ചെയ്യുന്നത്. അയാൾ ചെറുപ്പം മുതലേ ഹീറോയെ കണ്ടിരുന്ന ഒരു സൈക്കിൾ കൊണ്ട് ജീവിതം തന്നെ മാറ്റിയ, അയാൾ എത്രയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോഴും മെയ്യഴകൻ ദേഷ്യപ്പെടുകയോ ഈഗോ കാണിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ മിക്കവാറും ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പാമ്പ് അടിക്കും, ഇപ്പോൾ കാള കുത്തും, ഇപ്പോൾ കാർത്തി മരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വലിയൊരു ഫോളോ ഔട്ട് ഉണ്ടാവും എന്നെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നുമില്ലാതെ വളരെ ബ്യൂട്ടിഫുള്ളായി ആരായിരുന്നു മെയ്യഴകൻ എന്നതിലുപരി ആരായിരുന്നു അരുൾമൊഴി എന്ന് അയാൾ അരുൾമൊഴിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത് തൻ്റെ വെറും പേര് മാത്രമല്ല, നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു എന്ന പാസ്റ്റ് കൂടിയാണ്. ഉരുളക്കിഴങ്ങ് നീയാടാ? ഈ പടത്തിലെ ഓരോ ക്യാരക്ടേഴ്സും അരുൾമൊഴിയുടെ ട്രോമ ഷെയർ ചെയ്യുന്നവരാണ്. രാജ്കിരൺ ചെയ്ത സുടലമുത്തു എന്ന ക്യാരക്ടറും അരുൾമൊഴിയുടെ അച്ഛൻ അരുവിടെയും നമ്പിയും തമ്മിലുള്ളത് മെയ്യഴകനും അരുൾമൊഴിയും തമ്മിലുള്ള അതേ ബന്ധമാണ്. தப்புதான், நான் வந்திருக்கணும். இல்லதான் அதான் நானே உங்களை வந்து பார்க்கறது தான். അയാൾ ആ നാട്ടിൽ നിന്ന് പോവേണ്ടി വന്നതുകൊണ്ട് ലൈഫിന്റെ ഒരു ഭാഗം തന്നെ മാറിപ്പോയവരാണ് അവരെല്ലാം. അരുൾമൊഴിയെ കല്യാണം കഴിക്കേണ്ടിയിരുന്ന ലത, വർഷങ്ങളായി സ്വന്തം ചേട്ടനെ കാണാത്ത ഭുവനയുടെ അച്ഛൻ തുടങ്ങി പേരിൽ പോലും സ്വന്തം നാടുമായി ബന്ധമില്ലാത്ത അരുൾമൊഴിയുടെ മകൾ വരെ ഇതിൽപ്പെടും. നാട്ടിൽ നിന്ന് പോന്ന് 22 വർഷം കഴിഞ്ഞിട്ടും അരുൾമൊഴിക്ക് സ്വന്തമായ ഒരു വീടില്ല. ഹൗസ് ഓണർ വീട് വിറ്റാൽ വേറെ എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരുമെന്ന് ഭാര്യ കാഷ്വലായി പറയുമ്പോൾ അരുൾമൊഴി ചെറുതായെങ്കിലും അതിലെ ട്രോമ റിലീവ് ചെയ്യുന്നുണ്ട്. അയാൾ നാട്ടിൽ വന്ന് പോന്നതിന് ശേഷം ആ വീട് സ്വന്തമായി വാങ്ങാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വാങ്ങാൻ ശ്രമിക്കുന്നത് ജസ്റ്റ് ഒരു വീട് മാത്രമല്ല, അയാളുടെ വരും തലമുറകൾക്കുള്ള ഹിസ്റ്ററി കൂടിയാണ് എന്ന വ്യക്തമായ ബോധം അയാൾക്കുണ്ട്. ഈ സിനിമയിൽ കുറേ പേർക്ക് വർക്കാവാതെ പോയ കാര്യങ്ങളാണ് ഇതിലെ ജല്ലിക്കെട്ട് പോർഷൻ, അതുപോലെ ട്രിം ചെയ്തു പോയ ആ വലിയ 2 സീക്വൻസും. പേഴ്സണലി ജല്ലിക്കെട്ടിന്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് എനിക്കറിയില്ലെങ്കിലും കട്ട് ചെയ്തു പോയ ആ ഒരു 10 മിനിറ്റുള്ള കോൺവെർസേഷൻ സീൻ ഈ സിനിമയുടെ ആത്മാവാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മണ്ണിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷങ്ങൾക്ക് മുമ്പ്
1000 വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെ നിന്നിട്ടുണ്ടാവും, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എത്ര പേര് മരിച്ചു കൊണ്ടിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ഏത് ട്രിപ്പ് പോകുമ്പോഴും ആലോചിക്കുന്ന എനിക്ക് അത്രയും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണത്. എന്നാൽ അതറിയാത്ത നമ്മുടെ അജ്ഞത തന്നെയാണ് മെയ്യഴകൻ പറയുന്നത്. നമ്മുടെ ചരിത്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ മുഗൾ രാജഭരണവും അശോക ചക്രവർത്തിയെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് അത് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. എന്നാൽ ചോഴ വംശത്തെ പറ്റിയോ പാണ്ഡ്യ വംശത്തെ പറ്റിയോ എന്തൊരു പ്രാചീന കേരളത്തിലെ ചേര വംശത്തിനെ പറ്റിയോ നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലോ നമ്മൾ പഠിച്ച ഹിസ്റ്ററിയിലോ അതത്ര പ്രോമിനന്റ് ആയി കണ്ടെന്ന് വരില്ല. അതിന് പിന്നിൽ തന്നെ വലിയൊരു റിപ്രസിംഗ് പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും അതിലുപരി ഏറ്റവും ബേസിക് ലെവലിൽ നമ്മുടെ സ്വന്തം ഹിസ്റ്ററിയെ കുറിച്ചുള്ള അറിവില്ലായ്മയും മെയ്യഴകൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. இதெல்லாம் இறந்த காலமா தான், கடந்த காலம், நாம கடந்து வந்த காலம், பொற்காலம், glorious past. നമുക്കെല്ലാവർക്കും നമ്മുടെ അച്ചാച്ചൻ്റെ പേര് അറിയായിരിക്കും. പക്ഷേ അച്ചാച്ചൻ്റെ അച്ഛൻ്റെ പേര് എത്ര പേർക്ക് അറിയാം? അച്ചാച്ചൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് എത്ര പേർക്ക് അറിയാം? ഒരു 2 തലമുറ പിന്നോട്ട് പോയാൽ തന്നെ നമ്മുടെ സ്വന്തം ചരിത്രം നമുക്ക് അജ്ഞമാണ്. ഈ ഹിസ്റ്ററിയോടും പൊളിറ്റിക്സിനോടും ഒന്നും താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കാം. എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് എന്ന ജെനുവിൻ ക്വസ്റ്റ്യൻ ഉള്ളവരുണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിൽ തന്നെ എന്തേലും ആവട്ടെ എന്ന മനോഭാവം ഉള്ളവരും ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മൾ നമ്മുടെ ചരിത്രം അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ള പൊളിറ്റിക്സിൽ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ചരിത്രവും നാടുകളും പേരുകളും മാറി മറിയുന്ന ഈ കാലത്ത്. ഈ സിനിമ കണ്ട് ജെന്യൂനായി ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. അവരോട് നോ ഡിസ്റെസ്പെക്ട്, അതൊരു പേഴ്സണൽ തിങ് ആണ്. ബട്ട് ഈ സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ഭീകരമായിരുന്നു. ഒരു സിനിമയ്ക്ക് ഒരാളെ എങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഇമോഷണലി യൂക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതിന് ഒരു റീസെൻറ്റ് എക്സാമ്പിളാണ് ഈ പടം. ഒരുപാട് ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്സ് ഉള്ള, മനുഷ്യരുള്ള, എനിക്ക് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയുള്ള ഈസിലി എൻ്റെ ഫേവറേറ്റ് ഫിലിം ഓഫ് ദി ഇയർ ആണ് മെയ്യഴകൻ. ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ബാക്കിയുള്ള തോന്നലുകളാണ് എനിക്ക് കിട്ടിയ മെയ്യഴകൻ എക്സ്പീരിയൻസ്. Are you happy? Very happy. நீ happy? Double happy.